ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോടോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ലൈക്ക് തരിക, മിനിമം ഒരു 100 ലൈക്കൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പുതുയുഗം. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പടിയിറങ്ങിയതിന് ശേഷം ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന പുതിയ ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ അങ്ങനെ അവരുടെ ഒരു പുതിയ അധ്യായത്തിന്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവരുടെ പുതിയൊരു ജനറേഷന് ഒരു തുടക്കമാണ് ഇംഗ്ലണ്ട് സീരീസ് എന്ന് പറയുന്നത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലാതെ ഇന്ത്യ ഓവർസീസ് കണ്ടീഷനിൽ എന്ത് ചെയ്യുമെന്ന് തന്നെയാണ് സീരീസിന് മുമ്പ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നൊരു സംഭവം. ഓസ്ട്രേലിയയിൽ പോയിട്ട് ലാസ്റ്റ് ഡിസംബറിൽ നടന്ന BGTയിൽ തകർന്നടിഞ്ഞാണ് ഇന്ത്യ. ഇനി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുടെയും പ്രസൻസ് പോലും ഇല്ലാതെ ഇംഗ്ലണ്ടിലെ കണ്ടീഷൻസിൽ, അതും ശുഭ്മാൻ ഗില്ലിനെ പോലെ താരതമ്യേന എക്സ്പീരിയൻസും റെക്കോർഡ്സും എല്ലാം കുറവായിട്ടുള്ളൊരു ക്യാപ്റ്റൻ്റെ കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് എന്ത് സാധിക്കാനാകും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയായിരുന്നു. ഗ്രെയിം സ്വാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു സീരീസിന് മുമ്പായിട്ട്. ആഷസിന് മുന്നേ ഇംഗ്ലണ്ടിനുള്ളൊരു വാം അപ്പ് മാച്ച് ആവും ഈ ഇന്ത്യയിലുള്ളൊരു മത്സരം എന്നാണ്. അത്രത്തോളം ചെറുതാക്കിയിട്ടാണ് ഇന്ത്യ കണ്ടിരുന്നത് അവർ. പക്ഷേ ലീഡ്സിൽ മത്സരം തുടങ്ങി ആദ്യ ബോൾ തൊട്ട് ഇന്ത്യ അതിനുള്ള മറുപടി കൊടുക്കാൻ തുടങ്ങി. സമീപകാലത്തെ ഏറ്റവും മികച്ച ഒരു ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യ ലീഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെ കുറിച്ചത്. 91 റൺസ്. 2011 ശേഷം ഇന്ത്യ 5 തവണയാണ് ഓവർസീസിൽ ഇതുപോലെ ഒരു 90-ന് മുകളിലൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് സെറ്റ് ചെയ്യുന്നത്. ആ 5-ലും ഒരു എൻഡിൽ KL രാഹുലാണ് ഉണ്ടായിരുന്നത്. ഈ ഓപ്പണിംഗ് പൊസിഷനിൽ ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ഒരു പ്ലെയർ KL രാഹുൽ തന്നെയാണെന്നുള്ള ഒരു സംശയമില്ല. ഒരു മികച്ചൊരു തുടക്കം തന്നെ ഇന്ത്യക്ക് കിട്ടുന്നു. യശസ്വി ജയ്സ്വാൾ അദ്ദേഹത്തിൻ്റെ ഓവർസീസിൽ 3ാമത്തെ സെഞ്ചുറിയാണ് കുറിക്കുന്നത്. 23-ാം വയസ്സിൽ അതിനും കൂടുതൽ ഓവർസീസ് സെഞ്ചുറി ഉള്ള 2 ബാറ്റ്സ്മാൻമാരേ ഉള്ളൂ. ടെസ്റ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച 2 പ്ലെയേഴ്സായ സച്ചിൻ ടെണ്ടുൽക്കറും സുനിൽ ഗവാസ്കറും. ആ ഒരു പാതയിലേക്ക് തന്നെയാണ് യശസ്വി ജയ്സ്വാൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെബ്യൂട്ട് പ്ലെയർ ആയിട്ടുള്ള സായ് സുദർശൻ പക്ഷേ 0-ന് മടങ്ങിയതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടെസ്റ്റായിരുന്നു. ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ 0-ന് മടങ്ങുക എന്ന് പറയുന്നതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. പിന്നീട് ശുഭ്മാൻ ഗിൽ എത്തുന്നു. അദ്ദേഹത്തിന് ക്യാപ്റ്റനായിട്ടുള്ള ഫസ്റ്റ് മത്സരം. താരതമ്യേന അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലായാലും ഓവർസീസ് കണ്ടീഷനിലായാലും മോശം റെക്കോർഡാണ്. പക്ഷേ അദ്ദേഹം ഒരു തകർപ്പൻ സെഞ്ചുറിയോടുകൂടി തൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി വന്നിട്ട് ആ ഒരു ബാറ്റിങ്ങിന് യാതൊരുവിധ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് കാണിച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു. അദ്ദേഹത്തിന് 25 വയസ്സായിട്ടുള്ളൂ. ഈ ഒരു കാലയളവിൽ അദ്ദേഹത്തെക്കാളും കൂടുതൽ സെഞ്ചുറി ഇന്ത്യക്ക് വേണ്ടി അടിച്ചത് സച്ചിനും കോഹ്ലിയും മാത്രം. അപ്പോൾ ശുഭ്മാൻ ഗില്ലായാലും യശസ്വി ജയ്സ്വാളായാലും ഇന്ത്യക്ക് എത്രത്തോളം ഒരു മുതൽക്കൂട്ടാണ് ഇനി അടുത്തൊരു 10 വർഷക്കാലത്തേക്ക് എന്നുള്ളത് തെളിയിച്ചു തരുന്നതാണ് അവരുടെ ഈ ഒരു തുടക്കാലത്തുള്ള ഈ ഒരു ഗംഭീര പെർഫോമൻസ്. പിന്നീട് നമുക്കറിയാം ഋഷഭ് പന്ത്. ബാക്കി ഏത് ഫോർമാറ്റിൽ നിന്ന് അദ്ദേഹത്തെ നമുക്ക് എടുത്ത് കളയാം. പക്ഷേ ടെസ്റ്റിൽ അദ്ദേഹത്തിനാണ് ഏറ്റവും ആദ്യം സ്ഥാനം കൊടുക്കേണ്ടത്. ഗോയങ്കയുടെ അണ്ടറിൽ ലക്നൗ സൂപ്പർ ജയൻസിൽ എത്ര മോശം പെർഫോമൻസ് ആയിക്കോട്ടെ, പക്ഷേ ഇന്ത്യക്ക് വേണ്ടി വൈറ്റ് ജേഴ്സി ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുക ഋഷഭ് പന്ത് തന്നെയായിരിക്കും. ഒരു തകർപ്പൻ സെഞ്ചുറിയിലൂടെ തന്നെയാണ് ഋഷഭ് പന്ത് ആ ഒരു പേര് അദ്ദേഹം കാത്തത്. എന്തായാലും ടെസ്റ്റിൽ ഇന്ത്യയുടെ നിലവിലുള്ള ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ താനാണെന്ന് തന്നെ ഉറപ്പിക്കുന്ന ഒരു പ്രകടനം. 7 സെഞ്ചുറികളാണ് അദ്ദേഹം ഇതുവരെ ഇന്ത്യക്ക് വേണ്ടി അടിച്ചു കൂട്ടിയത്. ടെസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ എന്ന റെക്കോർഡ് MS ധോണിയിൽ നിന്ന് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്നലത്തെ സെഞ്ചുറിയിലൂടെ കൂടെ ഒരു പിടി റെക്കോർഡുകളാണ് ഋഷഭ് പന്ത് സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. ഏറ്റവും വേഗത്തിൽ 3000 ടെസ്റ്റ് റൺസ് നേടുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ റെക്കോർഡ് 2ാം സ്ഥാനത്താണ് അദ്ദേഹത്തിൻ്റെ പേര്. ഫ്രണ്ടിലുള്ളത് സാക്ഷാൽ ഗിൽക്രിസ്റ്റ് മാത്രം. അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അത് MS ധോണിയിൽ നിന്ന് സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഓവർസീസിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, അതും ഏഷ്യൻസിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഋഷഭ് പന്താണ്. ഏറ്റവും കൂടുതൽ സെഞ്ചുറി കണക്കെടുത്ത് കഴിഞ്ഞാൽ 5 സെഞ്ചുറിയുമായിട്ട് ഋഷഭ് പന്ത് ഫ്രണ്ടിലുള്ളപ്പോൾ 2ാം സ്ഥാനത്ത് മോയിൻ ഖാന് 2 സെഞ്ചുറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ദൂരം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. എന്തായാലും നേടിയ 7 സെഞ്ചുറികളിൽ 5ഉം ഓവർസീസിലാണ്. അപ്പോൾ ഓവർസീസ് കണ്ടീഷനിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ബാറ്റ്സ്മാൻ എന്തായാലും ഋഷഭ് പന്താണെന്ന് കരുതി ഒരു തർക്കമില്ല. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദിനത്തിലോ T20 അല്ലെങ്കിൽ IPL മോശം പെർഫോമൻസ് ആയാലും ടെസ്റ്റിൽ ഇന്ത്യ ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത് തന്നെയായിരിക്കും. വളരെ അക്രമോത്സുകമായിട്ട് തന്നെയാണ് ഇന്ത്യ കളിച്ചത്. ഒരു ഘട്ടത്തിൽ 430-ന് 3 എന്ന രീതിയിൽ വളരെ ശക്തമായ നിലയിൽ എന്തായാലും 600-ന് മുകളിൽ 700-ന് മുകളിൽ ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ പോകുമെന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് പിന്നീട് അങ്ങോട്ടൊരു വൻ കൊളാപ്സാണ് കണ്ടത്. കരുൺ നായരും ജഡേജയും ഷർദൂർ ഠാക്കൂറും ഒക്കെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി. പിന്നീട് വാലറ്റക്കാരെ പെട്ടെന്ന് തന്നെ പറഞ്ഞയച്ചു. 471 എന്ന് പറഞ്ഞൊരു സ്കോറിൽ ഇന്ത്യനെ ഒതുക്കി ഇംഗ്ലണ്ട്. എന്തായാലും ഇന്ത്യ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. പക്ഷേ കുറേ പേർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് മോശമാണ്, അതുകൊണ്ടാണ് ഇന്ത്യ ബെറ്ററായിട്ട് പെർഫോം ചെയ്തതെന്നുള്ളതാണ്. ഫ്ലാറ്റ് ട്രാക്ക് ആയിരുന്നു, ബോളേഴ്സിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് സൈഡ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ആൻഡേഴ്സണും ബ്രോഡും പിന്നീട് ആർച്ചറും മാർക്ക് വുഡും സ്റ്റോക്സൊക്കെ കൂടി വളരെ മികച്ചൊരു ബോളിംഗ് ലൈനപ്പ്, പേസ് ബോളിംഗ് അറ്റാക്ക് ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ അവർ പ്രൈം ടൈമിൽ ഗ്രെയിംസുമാണ്, മോണ്ടി പനേസറും പിന്നീട് അങ്ങോട്ട് ആദിൽ റഷീദ്, മോയിൻ അലി അങ്ങനെ തിരക്കില്ലാത്ത സ്പിൻ യൂണിറ്റും ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്കെതിരെ ഇറങ്ങിയ ലെവലിലെ ബോളർമാരൊന്നും പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ജോഷ് ടങ് ആയാലും കാർസ് ആയാലും അതുപോലെ ക്രിസ് വോക്സ് ആയാലും ഒക്കെ ബിലോ പെർഫോമൻസ് തന്നെയായിരുന്നു.
ജോഷ് ടങ്ക് 4 വിക്കറ്റ് എടുത്തെങ്കിൽ പോലും കൂടുതലും ടൈലൻഡേഴ്സ് ആയിരുന്നു. സ്റ്റോക്സ് ഒഴികെ ബാക്കി ആരും ഒരു മികച്ച രീതിയിൽ പന്തെറിഞ്ഞു എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരു പേസ് ബോളർ എന്ന നിലയ്ക്ക് നമുക്ക് ആ ടീമിൽ നിന്ന് എടുത്തു പറയാവുന്നൊരു ബോളർ പോലും ഉണ്ടായിരുന്നില്ല. മീഡിയം പേസേഴ്സിനെ വെച്ചിട്ട് ഇന്ത്യ പോലത്തെ ഒരു ബാറ്റിംഗ് ലൈനപ്പിനെ ചലഞ്ച് ചെയ്യാനായിട്ട് എന്ത് ധൈര്യത്തിലാണ് ഇംഗ്ലണ്ട് വന്നതെന്നുള്ളതാണ് അത്ഭുതം. ഷോയിബ് ബഷീർ എന്ന് പറയുന്ന ഒരു പുതിയ സ്പിന്നറായിട്ടാണ് അത് ഇംഗ്ലണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒറ്റ സ്പിന്നർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടീമിൽ. അദ്ദേഹം ശുഭ്മാൻ ഗില്ലിന് വിക്കറ്റ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല ബെറ്ററായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഈ ബോളിംഗ് യൂണിറ്റിലെ ഒരു മികവില്ലായ്മ കൂടി ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ മുതലെടുത്തു എന്ന് പറയാം. പക്ഷേ അതൊരു വലിയൊരു ഫസ്റ്റ് ഇന്നിംഗ് സ്കോറിലോട്ട് അത് എത്തിയില്ല. പിന്നീട് ഇന്ത്യൻ ബോളിംഗ് നമുക്കറിയാം, ബുംറ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ബോളിംഗ് എന്ന് പറയുന്നത്. അത് വളരെ അപകടമുള്ളൊരു സംഭവം തന്നെയാണ്. ഇന്നലെ തന്നെ, അതായത് സെക്കൻഡ് ഡേയിൽ തന്നെ ഇംഗ്ലണ്ടിൻ്റെ 3 വിക്കറ്റുകളും ബുംറയാണ് എടുത്തത്. ബാക്കി ആർക്കും ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ അതായത് ബാസ്ബോൾ ക്രിക്കറ്റിനെ ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇംഗ്ലണ്ടിന് താരതമ്യേന വളരെ ബെറ്ററായിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. ക്രൗളി ആയാലും ഒലി പോപ്പ് ആയാലും റൂട്ട്, ബ്രൂക്ക്, അതുപോലെ തന്നെ സ്റ്റോക്സ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പാണ് ഇംഗ്ലണ്ടിലുള്ളത്. സ്വന്തം നാട്ടിൽ കളിക്കുന്നതിൻ്റെ എക്സ്ട്രാ അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ബുംറ ഒഴികെ ബാക്കി ഒരു ബോളേഴ്സിനും ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർക്കെതിരെ ഒരു മേൽക്കൈ ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. ഷർദൂർ ഠാക്കൂറൊക്കെ T20 അടിമേടിക്കുന്ന കണക്കാണ് അടിമേടിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അവരുടെ 3 വിക്കറ്റ്, അതിൽ റൂട്ടിൻ്റെ കീ വിക്കറ്റ്, റൂട്ടെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം കറൻ്റ്ലി കളിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് ബാറ്റ്സ്മാനാണ്. ഒരു ഓൾ ടൈം ഗ്രേറ്റ് ടാഗുള്ളൊരു ടെസ്റ്റ് ബാറ്റ്സ്മാൻ തന്നെയാണ് റൂട്ട് എന്ന് പറയുന്നത്. പക്ഷേ ആ റൂട്ടിനെതിരെ ഏറ്റവും മികച്ച റെക്കോർഡിൽ ജസ്പ്രീത് ബുംറയ്ക്കാണ്. റൂട്ടിനെ 14 തവണ അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട്. റൂട്ടിനെ കൂടി എന്നാൽ അദ്ദേഹം അടക്കി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അല്പം അഡ്വാൻറ്റേജ് ഉണ്ട് സെക്കൻഡ് ഡേ കഴിയുമ്പോൾ. അതുപോലെ തന്നെ ഒലി പോപ്പും ബ്രൂക്കും ക്രീസിലുണ്ട്. ഒലി പോപ്പിൻ്റെ ക്യാച്ച് അത് ഒരു തവണ വിട്ടത് ജഡേജയാണ്. അപ്പോൾ അതാണ് ഏറ്റവും ഒരു അത്ഭുതം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്യാച്ച് മിസ്സാവുക എന്ന് പറയുന്നത്. എന്തായാലും ഒലി പോപ്പും അതുപോലെ തന്നെ ബ്രൂക്കും ക്രീസിലുണ്ട്. 471 എന്ന് പറയുന്നൊരു സ്കോറിനോട് അടുത്ത് തന്നെ അവർക്ക് എത്താനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ബുംറ ഒഴികെ ബാക്കി ബോളേഴ്സ് കൂടി ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരൊരു മികവ് പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് എന്തായാലും അതിനേക്കാളും ഒരു 10-50 റൺസിനെങ്കിലും താഴെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നല്ല ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ്സ് ആണ്, ബോളേഴ്സിന് വലിയ അഡ്വാൻറ്റേജ് ഒന്നും കിട്ടണില്ല. നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ബോളിങ്ങിലും കണ്ടതാണ്. പക്ഷേ അവിടെയാണ് ബുംറ വീണ്ടും വ്യത്യസ്തനാവുന്നത്. നമ്മൾ ഇന്നിങ്സിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പല പന്തുകളും ഔട്ട് സൈഡ് അടിച്ചെടുത്ത് സ്ലിപ്സിനും ഒക്കെ അടുത്തൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജയ്സ്വാളും ഒരു ക്യാച്ച് നല്ല ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ കുറേ ലക്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ബുംറയുടെ ആ ഒരു ടാലൻറ്റ് എടുത്ത് തന്നെ പറയണം. കാരണം അത്രയും ഒരു ബാറ്റിംഗ് അഡ്വാൻറ്റേജ് ഉള്ളൊരു വിക്കറ്റിലാണ് അദ്ദേഹം ഇത്രയും മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം 3 ടെസ്റ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുശേഷമുള്ള 2 ടെസ്റ്റിൽ അദ്ദേഹം ഉണ്ടാവില്ല. അപ്പോൾ ആ 2 ടെസ്റ്റ് ഇന്ത്യ എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എനിവേ ആദ്യത്തെ 2 ദിവസം ബാറ്റിംഗ് അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കണ്ടീഷൻസിലാണ് 2 ടീമുകളും കളിച്ചത്. ഇനിയുള്ള 3 ദിവസങ്ങൾ എങ്ങനെയാവുമെന്ന് എന്തായാലും നമുക്കറിയാം. അപ്പോൾ എന്തായാലും പേര് മാറ്റിയ ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി എന്ന പേര് മാറ്റിയ ആ ഒരു ട്രോഫി ഈ ഒരു സീരീസ് കഴിയുമ്പോൾ ആരെടുക്കും എന്നെന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം.